ഒത്തിരി ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ അടുക്കളയിലുണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിന് ഒത്തിരി പേര് അത് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത് ആ ഒരു വേസ്റ്റ് നമുക്ക് വളമാക്കി എടുക്കാനായിട്ട്, അതിന് വിഘടിപ്പിച്ച് അതിന് വളമാക്കാനായിട്ട് ഇനാക്കുലം എന്ന് പറഞ്ഞ ഒരു സൂക്ഷ്മാണു ജീവി അടങ്ങിയ ഒരു സംഭവം നമുക്ക് ചേർക്കണം. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊരു ബയോ കമ്പോസ്റ്റ് ബിൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഒത്തിരി പേര് അത് വാങ്ങിച്ചിരുന്നു. അത് മണവും പുഴുവും ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് വേസ്റ്റ്, ഇപ്പോൾ വെള്ളം അടങ്ങിയ വേസ്റ്റ് പാടില്ല. ഇപ്പോൾ ചിലർ കഞ്ഞിയൊക്കെ ഒഴിക്കാമോ എന്ന് ചോദിച്ചാൽ അതൊന്നും പാടില്ല. ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് എന്തും നമുക്ക് ഈ ഒരു ബയോൺ ബിൻ വഴി നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല നമ്മൾ വെറുതെ നമ്മുടെ പറമ്പിലൊക്കെ വലിച്ചെറിഞ്ഞ് ഒത്തിരി എന്താ പറയുക മലിനീകരണത്തിന് കാരണമാകുന്നു. മാത്രമല്ല പുഴുവും മണമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഒരു വളം ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിച്ച് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ എന്ത് നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനാക്കുലം സാധാരണ ചകിരിച്ചോറിൽ ഇനാക്കുലം സെറ്റ് ചെയ്ത് നമ്മളതൊരു ബോക്സായിട്ട് വാങ്ങി നമ്മളത് വെള്ളത്തിലിട്ട് കുതിർത്തി അങ്ങനെ ഒരു ഇനാക്കുലാണ് നമ്മൾ ഓരോ വേസ്റ്റും പാത്രത്തിലിടുമ്പോൾ അതിൻ്റെ മുകളിലിട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ എനിക്കത് ഒത്തിരി പൈസ ചിലവ് മാത്രമല്ല, അത് ചിലപ്പോൾ കിട്ടാനില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വളമൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ കൃഷിയുടെ എല്ലാത്തരം എക്യുപ്മെൻസും അതുപോലെ തന്നെ വളവും മരുന്നും എല്ലാം ഉള്ള വളക്കടകളിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഇനാക്കുലം ഡെവലപ്പർ. അതായത് ബയോ ഇനാക്കുലം ഡെവലപ്പറാണ് ഈ ഒരു സംഭവം. ഇതിന് 220 രൂപ അത് നോക്കണ്ട, നമുക്ക് ഒത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 10 കിലോ ചകിരിച്ചോറ് അതിൽ ചേർക്കാൻ പറ്റിയ ഇനാക്കുലത്തിൻ്റെ ഒരു സംഭവമാണ്. ഞാൻ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതൊന്ന് കണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ബയോ കമ്പോസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അതിൽ ഇത് വാങ്ങിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 10 കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഇത് ചകിരിച്ചോറ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഈ അറക്കപ്പൊടി ഉണ്ടല്ലോ അതിനകത്തും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വളാക്കി ഇപ്പോൾ കോഴിക്കാട്ടൊക്കെ നമ്മൾ വളാക്കി എടുക്കുന്നവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കും. ഒത്തിരി ഉപകാരമുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടവും ഒക്കെ അറിയിക്കുക. ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. 10 കിലോയുടെ ചകിരിച്ചോറിൻ്റെ പാക്കറ്റ് വാങ്ങി വെള്ളത്തിൽ കുതിർത്തി പുറത്തെടുത്ത് അത് നന്നായിട്ട് വെള്ളം പോകുന്നത് വരെ അത് വലിഞ്ഞതിന് ശേഷം അതിലേക്കാണ് നമ്മൾ 100 ഗ്രാമിൻ്റെ ഈ ഒരു പാക്കറ്റ് ഇനാക്കുലം ഡെവലപ്പർ പാക്കറ്റിലുള്ളത് നന്നായി ചേർത്ത് ഇളക്കേണ്ടത് കേട്ടോ. ചെറിയൊരു സ്മെല്ലോട് കൂടിയ പൊടിയാണ്. അത് എല്ലാ ചകിരിച്ചോറിലും സ്പ്രെഡ് ആകുന്നത് വരെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി ചേർക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അത് നമുക്കൊരു ചാക്കിലാക്കി കെട്ടി സൂക്ഷിക്കാം. ഒത്തിരി നാൾ നമ്മുടെ വേസ്റ്റ് ബിന്നിൽ നമുക്കിതിന് ഇനാക്കുലമായിട്ട് ഈ ഒരു ചകിരിയുടെ മിശ്രിതം ചേർത്താൽ മാത്രം മതിയാവും കേട്ടോ. അടുക്കള വേസ്റ്റ് വളമായതിനു ശേഷം ഞാൻ പല തവണയായി നമ്മുടെ ഈ വേസ്റ്റ് ബിന്നുകൾ നന്നായിട്ട് കഴുകി അതിലാണ് വീണ്ടും നമ്മുടെ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഹോളുള്ള വേസ്റ്റ് ബിന്നാണെങ്കിൽ അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നതാണ് നല്ലത്. ആ സുഷിരങ്ങൾ ബ്ലോക്കായിരുന്നാൽ വേസ്റ്റ് വളമാകുന്നതിൻ്റെ പ്രോസസ്സ് വേണ്ട വിധം നടക്കില്ല കേട്ടോ. നമ്മളിടുന്ന വേസ്റ്റും ഇനാക്കുലവും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഊഷ്മാവ് അത് പുറത്തേക്കും അന്തരീക്ഷ ഊഷ്മാവ് ഒരേപോലെ തന്നെ അകത്തേക്കും കടക്കുന്നതിന് ഈ ഒരു സുഷിരങ്ങൾ സഹായിക്കുന്നുണ്ട്. വേസ്റ്റ് ബിൻ മഴ നനയാതെ നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ അതിൻ്റെ സെറ്റ് ചെയ്യണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഇരിക്കുന്ന സ്റ്റാൻഡും അതുപോലെ മൂടികയും എല്ലാം നല്ല രീതിയിൽ നല്ല ടൈറ്റിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. മഴ നനയാത്തിടത്തും കൂടുതൽ വെള്ളം വീഴാത്തിടത്തും വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ആദ്യം നമ്മുടെ ഇനാക്കുലം ചേർത്ത ചകിരിച്ചോറ് വിതറിയിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഓരോ ദിവസത്തെയും അടുക്കള വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഇതേപോലെ ഈ ഇനാക്കുലം ചേർത്ത ചകിരിച്ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം അധികമില്ലാത്ത ഏത് തരം വേസ്റ്റും ഇതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ടത്തോടോ അല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ തൊലി, സവാളത്തൊലി, പച്ചക്കറിയുടെ വേസ്റ്റ്, വെള്ളമില്ലാത്ത ചോറ്, അതുപോലെ തന്നെ മീൻ കഴുകിയ വെള്ളം മാറ്റിയിട്ട് മീനിൻ്റെ വേസ്റ്റ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു വേസ്റ്റ് ബിന്നിൽ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഈ ഇനാക്കുലം ചേർത്ത നമ്മുടെ ഈ ചകിരിച്ചോറ് അതിനെ വളമാക്കിക്കൊള്ളും. ഞാൻ ഈ വേസ്റ്റ് ബിൻ വെച്ചിരിക്കുന്നത് നമ്മുടെ അടുക്കള ഭാഗത്ത് പുറത്ത് സൺഷൈൻ്റെ ഭാഗത്ത് വെള്ളം വീഴാത്ത തരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ചിലപ്പോൾ ഈ സുഷിരത്തിലൂടെ ചെറിയ വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വെള്ളം ഏതെങ്കിലും കാരണവശാൽ കിടക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റും അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറച്ച്
കുമ്മായപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ കൊതുകും മറ്റു പുഴുക്കളും വരാത്ത രീതിയിൽ ഉറുമ്പ് പൊടിയോ സാഫോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനാക്കുലം ഡെവലപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ അതൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭ്യമായിരിക്കും. എന്തായാലും ഇതും നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയൊരു ഉപകാരം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ലൊരു സഹായി കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ.